Good morning, guys. I am Karthik Dhananaswamy, Company Secretary by profession and an MBA holder. Also, I am having UGC Net in Commerce and Management. I welcome you all to Triple I Commerce Academy and to the profession of Chartered Accountancy. So, നിങ്ങൾ ഇവിടെ +2 കൊമേഴ്സ് പഠിച്ചവരുണ്ടാവാം, നോൺ കൊമേഴ്സ് സ്റ്റുഡൻസും ഉണ്ടാവാം. For commerce students, my topic, that is paper 4 and part A of that is economics. Economics നിങ്ങൾ already പഠിച്ചതായിരിക്കും. But for non-commerce students, this is a new subject. But don't worry, you will definitely study this according to the methodology set by me and my way of delivery. So I will start from scratch each and every topic so that it will be very easy for you to cover it. And for all, in rather than your earlier schoolings like your +1 or +2, CA foundation നിങ്ങളുടെ അപ്രോച്ച് ചെറിയ രീതിയിൽ ഒന്ന് മാറേണ്ടതുണ്ട്. ഇവിടെ കൂടുതലായിട്ടും അപ്ലിക്കബിൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് കിട്ടുക. സോ നിങ്ങളുടെ കൺസെപ്റ്റ്സ് വളരെയധികം ക്ലാരിറ്റി ഉണ്ടാവണം. സോ ഓരോ സബ്ജക്റ്റും ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി കൂടുതലായിട്ട് വേണം. എസ്പെഷ്യലി എക്കണോമിക്സിൽ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള പ്രൂവൻ ഫാക്ട്സും ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ് അപ്ലിക്കബിലിറ്റി ലെവൽ ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലായിരിക്കും. സോ നിങ്ങൾക്ക് എക്കണോമിക്സിൽ അറൌണ്ട് 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അണ്ടർ ദാറ്റ് അറൌണ്ട് 10 to 12 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. So we are going to start with chapter 1 and under that unit 1, that is nature and scope of business economics. So let's start. So before starting with business economics, let's discuss what is economics and basis of economics. See, economics originated, the word economics owes its origin from a Greek word known as oikonomia. That means the household. So oikonomia എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. The meaning of oikonomia is household. See, household എന്നത് എത്രത്തോളം ഒരു മൈക്രോ ലെവലിലുള്ള എത്രത്തോളം ചെറിയൊരു ടോപ്പിക്കാണ്, ഒരു ചെറിയൊരു സബ്ജക്ട് മാറ്റർ ആണ്. ബട്ട് സി നൗ വാട്ട് ഈസ് ദ സ്റ്റേജ് ഓഫ് എക്കണോമിക്സ്? ഇപ്പൊ എക്കണോമിക്സ് എല്ലാ മേഖലയിലും wherever you go, you can see economics there. Uses of economic theories there. Even ഒരു കൺട്രിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയുക, അതിന്റെ എക്കണോമി, ഇന്ത്യസ് എക്കണോമി അല്ലെങ്കിൽ അതിന്റെ എക്കണോമിക് സ്ട്രക്ചർ, അങ്ങനെയാണ് നമ്മൾ പറയുക. സോ എക്കണോമിക് ഹാസ് ഗോട്ട് അപ്ലിക്കബിലിറ്റി each and every nook and corner. So how it become such a big subject matter? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. So it was in the 1776 that modern economics take into birth. In 1776, the great economist Adam Smith had written a book, and the name of the book is An Enquiry into the Nature and Causes of Wealth of Nation. Popularly it is known as The Wealth of Nation. So 1776 ഇപ്പോഴുള്ള ഈ മോഡേൺ എക്കണോമിക്സിന്റെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നത്. 1776 ഗ്രേറ്റ് എക്കണോമിസ്റ്റ് ആയ ആദം സ്മിത്ത് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചുറൽ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് എഴുതി. പോപ്പുലർലി അതിനെ ഷോർട്ട് ഫോമിൽ പറയുന്നത് ദ വെൽത്ത് ഓഫ് നാഷൻസ് എന്നാണ്. സോ ദിസ് ബുക്ക് ഈസ് കൺസിഡേർഡ് ആസ് ബൈബിൾ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആൻഡ് ആദം സ്മിത്ത് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. സോ എന്താണ് ഈ ബുക്ക് അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നായി മാറിയത്? എന്തുകൊണ്ടാണ് ഈ ബുക്ക്, എന്താണ് ആ ബുക്കിന്റെ സ്പെഷ്യാലിറ്റി? നമ്മുടെ എക്കണോമിക്സിന്റെ ആക്ച്വലി എക്കണോമിക്സ് 2 ബേസിക് പ്രോബ്ലംസിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. സോ ആ 2 ബേസിക് പ്രോബ്ലംസ് ഈ ബുക്കിലാണ് ആഡം സ്മിത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ് 2 ബേസിക് പ്രോബ്ലംസ്? ഫസ്റ്റ് പ്രോബ്ലം ഈസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ഹാവ് അൺലിമിറ്റഡ് വാണ്ട്സ്. Second thing is that the means to satisfy these wants are relatively scarce. So first thing, human beings have unlimited wants. See, നിങ്ങളെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ സപ്പോസ് നിങ്ങളുടെ ഓഫീസിലേക്ക് നടന്നാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും? എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിളെങ്കിലും മേടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും.
സൈക്കിൾ മേടിച്ച് അത് ചവിട്ടി പോകുമ്പോൾ എന്ത് വിചാരിക്കും, ഓഹ് ഇത് ചവിട്ടി മടുത്തു, ഇനി ഒരു ബൈക്കെങ്കിലും മേടിക്കണം എന്ന് വിചാരിക്കും. ബൈക്ക് മേടിച്ച് കഴിയുമ്പോഴോ മഴയായി വെയിലായി നമുക്കതൊന്നും കൊള്ളാൻ വയ്യ, ഒരു അറ്റ്ലീസ്റ്റ് നാനോ കാറെങ്കിലും. പിന്നെ നമ്മൾ നാനോ കാർ മേടിക്കും. നാനോ കാർ മേടിക്കുമ്പോൾ അതിന് പുള്ളിങ് ഇല്ല, അതിൻ്റെ അകത്ത് പിന്നെ മൾട്ടിമീഡിയ ഇല്ല, പിന്നെ അതിൻ്റെ അകത്ത് കൂടുതൽ ആൾക്ക് പോകാൻ പറ്റില്ല, ഡിക്കി ബൂട്ട് സ്പേസ് ഇല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ നമ്മൾ മാറി ഈവൻ റോൾസ് റോയ്സ് മേടിച്ചാൽ വരെ നമ്മുടെ വാൺസ് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് 1776 തന്നെ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് ഹാവ് അൺലിമിറ്റഡ് വാൺസ്. സെക്കൻഡ് പ്രോബ്ലം എന്താണ്? ദ മീൻസ് ടു സാറ്റിസ്ഫൈ ദീസ് വാൺസ് ആർ റിലേറ്റീവ്ലി സ്കേഴ്സ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം. ഇപ്പൊ ഞാനിപ്പോ റോൾസ് റോയ്സ് മേടിക്കാന്ന് എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ കാര്യമില്ല, കാരണം എന്റെ കയ്യിൽ അതിനുള്ള ഫിനാൻഷ്യൽ പവർ ഇല്ല മേടിക്കാനുള്ളതിന്. സോ ദ മീൻസ് ടു സാറ്റിസ്ഫൈ ദീസ് വാൺസ് ആർ റിലേറ്റീവ്ലി സ്കേഴ്സ്. അപ്പോ അതാണ് പറയുന്നത്, ഈവൻ ദോ ഹ്യൂമൻ വാണ്ട് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, പക്ഷെ റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ സച്ച് വാണ്ട് ലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ബുക്കിൽ കാര്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ രണ്ട് സബ്ജക്ട് മാറ്റേഴ്സ് ആണ് പിന്നീട് എക്കണോമിക്സ് എന്ന വലിയൊരു ബ്രാഞ്ച് ഉണ്ടാവുകയും അതിന് കുറെ സബ് ബ്രാഞ്ചസ് ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഫ്യൂ ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്, ജനറൽ എക്കണോമിക്സിന്റെ ഫ്യൂ ഡെഫിനിഷൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് economics is the study of process by which relatively scarce resources are allocated to satisfy the competing unlimited wants of human beings in a society. So first ഇതെന്താണ് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്, സ്റ്റഡി ഓഫ് ദ പ്രോസസ് ആണ്. എന്ത്? സ്കേഴ്സ് റിസോഴ്സസിനെ എങ്ങനെ എഫക്റ്റീവായ രീതിയിൽ അലോട്ട് ചെയ്യും എന്നുള്ളത് പഠിക്കുന്ന ഒരു ശാഖയാണ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. സോ ദ തിങ് ഈസ് ദാറ്റ് not only these resources are effectively used, but also the productivity is maximized. So maximum ആയ രീതിയിൽ അലോക്കേറ്റ് ചെയ്യുക മാത്രമല്ല, പ്രൊഡക്ടിവിറ്റി ഏറ്റവും പീക്കിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ അലോക്കേഷൻ നടത്തുന്നത്. എന്നാലേ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ ലാഭകരമായ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുള്ളൂ. സോ അത് ആ ഒരു എങ്ങനെ നമുക്ക് കൂടുതൽ ലാഭകരമായ സാധനങ്ങളിലേക്ക് നമ്മളെ ലിമിറ്റഡ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പഠിക്കുന്ന ശാഖയാണ് എക്കണോമിക്സ്. സോ എക്കണോമിക്സ് നമ്മൾ ഒരു കോമൺ ഈ ഒരു ഡെഫിനിഷനും നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ്. പക്ഷെ അത് ജസ്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അല്ല, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ എ വെരി പ്രൊട്ടക്റ്റീവ് മാനർ that will increase the productivity as a result of profitability will also increase. So ഇതിനെയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. So now come to our topic, that is business economics. എന്തായിരിക്കും ബിസിനസ് എക്കണോമിക്സ്? ബിസിനസ് എക്കണോമിക്സ് ജസ്റ്റ് ഒരു കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് ഇൻ ബിസിനസ്, ദാറ്റ്സ് ഓൾ കറക്റ്റ് ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു റിഫൈൻമെന്റ് നമുക്ക് ആവശ്യമുണ്ട്. See guys, ആക്ച്വലി ഒരു ബിസിനസിന്റെ സക്സസിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ സംഗതി എന്താണ്? ഗുഡ് ഡിസിഷൻസ് അല്ലെ? അപ്പൊ പവർ ഓഫ് ഗുഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഒരു ബിസിനസിന്റെ സക്സസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഫാക്ടർ. നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ല് സെറ്റിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയും ആ സ്കിൽസ് അത് സമയത്ത് തിരഞ്ഞെടുക്കണം. ആ സമയത്ത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തി ആ ഒരു കോഴ്സ് നമ്മൾ ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആവുന്നു. അപ്പൊ ആ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിലുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ അൾട്ടിമേറ്റ് സക്സസിലേക്ക് എത്തിക്കുന്നത്. സോ ലൈക്ക് ദാറ്റ് ഫോർ എവറി ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ഇസ് ദ കീ പോയിന്റ് ദിയർ. സോ ബിസിനസ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്. ഹൗ ഇറ്റ് ഡീൽസ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്? Decision making and what is decision making? Technically, what is decision making? Decision making is the process of selecting the appropriate alternative or the courses of action that will provide most efficient or most efficient means of attaining and deciding from two or more alternative courses of action. So decision making എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. സപ്പോസ് നിങ്ങൾ ചിന്തിക്കുക, എവിടുന്ന് ഡൽഹിക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പോകാൻ പറ്റും? നമുക്ക് വിമാനത്തിൽ കയറി പോവാം, നമുക്ക് ട്രെയിനിൽ കയറി പോവാം, നമുക്ക് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാം. ഇങ്ങനെ പല ടൈപ്പ് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ ഈ ഓപ്ഷൻസിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ തന്നെ പിക്ക് ചെയ്യുന്നു.
അതിനുശേഷം ഓരോ ആൾട്ടർനേറ്റീവ്സും നമ്മൾ ഹൈ ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നു ഓൺ ദ ബേസ് ഓഫ് കോസ്റ്റ് ബെനിഫിറ്റ് വെച്ചിട്ട്. വിമാനത്തിൽ പോവുകയാണെങ്കിൽ എത്ര ചെലവ് വരും, ട്രെയിനിൽ പോവുകയാണെങ്കിൽ എത്ര ചെലവ് വരും, ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ എത്ര ചെലവ് വരും, അതിനുശേഷം ടൈം എത്ര വേണം, പിന്നെ കംഫർട്ട്നെസ് ഏതായിരിക്കും കൂടുതൽ, നമ്മുടെ റിക്വയർമെന്റ് ഏതാണ്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം ബെസ്റ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും. സപ്പോസ് എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും എടുക്കേണ്ടത്? കോസ്റ്റ് അവിടെ പ്രശ്നമല്ല, എത്രയും പെട്ടെന്ന് എത്തണം. സോ ഐ വിൽ ടേക്ക് ഫ്ലൈറ്റ്. ഐ എം ഹാവിംഗ് ലോട്ട് ഓഫ് ടൈം ആൻഡ് ഐ എം ഇൻ എ റിലാക്സിംഗ് മൂഡ് ആൻഡ് ഐ ലൈക്ക് ടു ഡ്രൈവ്. ഏതെടുക്കും? ഞാൻ ഡ്രൈവിംഗ് എടുക്കും. എനിക്ക് സമയമുണ്ടല്ലോ, മെല്ലെ എത്തിയാൽ മതിയല്ലോ അവിടെ, ഞാൻ ഡ്രൈവ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോ ഓപ്ഷൻസും നമ്മളെ കയ്യിൽ ഒരുപാട് ടൈം ഇല്ല, നമ്മളെ കയ്യിൽ പണവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ചൂസ് ചെയ്യാം. ചീപ്പസ്റ്റ് മോഡാണ്. ഈവൻ സം 2 to 3 days കൊണ്ട് നമുക്ക് ഡൽഹി എത്താനും പറ്റും. ഇങ്ങനെ നമ്മൾ ഓരോരോ കോഴ്സസ് ഓഫ് ആക്ഷൻ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ഓരോരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് ബെസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ ബിസിനസ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ ബിസിനസ്. ഇങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്നതുകൊണ്ടാണ് ബിസിനസ് എക്കണോമിക്സിന് ഒരു പേരിൽ കൂടി അറിയപ്പെടും. ആ പേരാണ് മാനേജീരിയൽ എക്കണോമിക്സ്. സോ these decision making, these economics help in the management of the business. That's why it is called as managerial economics. So what is managerial economics? Managerial economics integrates various economic theories with the management of the business. Various economic theory എന്ന് വെച്ചാൽ ഏതൊക്കെ വരും? The theory of demand വരാം, theory of price വരാം, supply വരാം, cost വരാം, price വരാം, so and so, competition, everything. ഈ തിയറീസിനെ ഒക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യും? മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ, സോ വി വിൽ സീ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ബിസിനസ് എക്കണോമിക്സ്. സോ ബിസിനസ് എക്കണോമിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് യൂസ് ഓഫ് എക്കണോമിക് അനാലിസിസ് ടു മേക്ക് ബിസിനസ് ഡിസിഷൻ ഇൻവോൾവിംഗ് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഓർഗനൈസേഷൻ സ്കേഴ്സ് റിസോഴ്സ്. സോ സബ്ജക്ട് മാറ്റർ സെയിം തന്നെയാണ്. നമുക്ക് ബിസിനസിന്റെ അകത്ത് നമുക്കിപ്പോ സപ്പോസ് 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം ഉണ്ടാവും. പക്ഷെ ആക്ച്വലി എന്താണ്, നമ്മളെ കയ്യിൽ ആകെ 2 ലക്ഷം രൂപയേ ഉള്ളൂ. സോ നമുക്ക് ആ 2 ലക്ഷം രൂപ ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ സാധിക്കും? സോ ദാറ്റ് ഈസ് വാട്ട് ബിസിനസ് എക്കണോമിക്സ് ഡീൽസ് വിത്ത്. ഓർഗനൈസേഷന്റെ സ്കേഴ്സ് റിസോഴ്സസ് എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് ബിസിനസ് എക്കണോമിക്സ്. ജോയൽ ഡീൻ എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ബിസിനസ് എക്കണോമിക്സിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിസിനസ് എക്കണോമിക്സ് ഈസ് ദാറ്റ് in terms of the use of economic analysis in the formulation of business policy. Yeah. So business policy, എന്താണ് business policy? Time to time ആയിട്ട് സപ്പോസ് ഇവിടെ ഒരു നമ്മുടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ടിവിറ്റി കൂട്ടണം. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മാർക്കറ്റിൽ ഇതിന് തീരെ ഡിമാൻഡ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ സപ്ലൈ കുറയ്ക്കണം, അതായത് പ്രൊഡക്ഷൻ കുറയ്ക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ടൈം ടു ടൈം ആയിട്ട് ബിസിനസിന്റെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതിനെയാണ് ബിസിനസ് പോളിസീസ് എന്ന് പറയുന്നത്. സോ ഈ ബിസിനസ് പോളിസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എക്കണോമിക് അനാലിസിസിലൂടെ എക്കണോമിക് തിയറി അപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് ബിസിനസ് പോളിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണെന്നാണ് ജോയൽ ഡീൻ പറയുന്നത്. So this is what about just simple definitions of business economics. So coming back to economics, now we studied what economics is and what we studied the definition of business economics. Now we are going to study the parts of economics. Coming back to economics from business economics. So business economics is just a branch of economics that deals with the application of economic theory into the business. So generally എക്കണോമിക്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വൺ ഈസ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് അനദർ ഈസ് മാക്രോ എക്കണോമിക്സ്. സോ these are the broad classifications of economics, that is macroeconomics and microeconomics. So first we will see what is microeconomics. Microeconomics is the study of behavior of different individuals and organization within an economic system. So micro, what is the meaning of micro? Small. So micro economics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽസിനെ കുറിച്ചിട്ടുള്ള, ഇൻഡിവിജ്വൽസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ബിഹേവിയർ ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഓർ പർട്ടിക്കുലർ ടു എൻ ഓർഗനൈസേഷൻ, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ്. ഫോർ എക്സാമ്പിൾ കാർ മാനുഫാക്ചറിങ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഇതാണ്. ദാറ്റ് ഇസ് എ മാക്രോ തിങ്.
സോ ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കകത്ത് മേജർ പ്ലേയേഴ്സ് ആയിട്ട് ആരൊക്കെ ഉണ്ടാവാം? ടാറ്റ ഉണ്ടാവാം, മാരുതി ഉണ്ടാവാം, വോക്സ് വാഗൺ ഉണ്ടാവാം, സ്കോഡ ഉണ്ടാവാം, എനി കമ്പനി there may be. So the entire automobile industry can be called as a macroeconomy, and among that Tata individually is called as microeconomics. So when you take or when you see the affairs of Tata individually, that is known as microeconomics. So when you take or when you study the entire automobile industry, that is known as macroeconomics. So നമുക്ക് ഫസ്റ്റ് മൈക്രോഎക്കണോമിക്സ് നോക്കാം. മൈക്രോഎക്കണോമിക്സ് is the study of behavior of different individuals and organization within an ecosystem. സോറി, എക്കണോമിക് സിസ്റ്റം. ഒരു എക്കണോമിക് സിസ്റ്റത്തിന്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വൽസിനെയോ ഓർഗനൈസേഷനെയോ സ്പെസിഫിക് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് മൈക്രോഎക്കണോമിക്സ്. And microeconomics examines how the individual units make decisions in how to effectively allocate these scarce resources. So ഈ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൽ എങ്ങനെ എഫക്റ്റീവ്ലി നമുക്ക് സ്കേഴ്സ് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നത്. So we mainly study the following things in microeconomics. What are the things? First is product pricing. Suppose ഒരു കമ്പനി ഉണ്ട്, ടാറ്റയുടെ തന്നെ എടുക്കാം. ടാറ്റ ഇപ്പോൾ ആൾട്രൂസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആൾട്രൂസിന്റെ പ്രൈസിങ്, ദാറ്റ് ഈസ് എൻ മൈക്രോ എക്കണോമിക് തിങ്. പിന്നെ കൺസ്യൂമർ ബിഹേവിയർ, സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഓൺ 5-seater വെഹിക്കിൾസ്, 5-seater ടാറ്റ ടിയാഗോ വെഹിക്കിൾ. സോ ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചിട്ട്, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുക. ഫാക്ടർ പ്രൈസിങ്, വാട്ട് ഈസ് എ ഫാക്ടർ? എങ്ങനെയാണോ മാനുഫാക്ചറിങ്, എന്ത് സാധനവും പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? വാരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഫെസിലിറ്റേറ്റ്. ലാൻഡ് ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, ക്യാപിറ്റൽ, ദീസ് ആൾ ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അബൌട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അബൌട്ട് ദ ഫാക്ടർ പ്രൈസിങ് ഓഫ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. പിന്നെ എക്കണോമിക് കണ്ടീഷൻ ഓഫ് എ സെക്ഷൻ ഓഫ് പീപ്പിൾ. സോ ഒരു പർട്ടിക്കുലർ സെക്ഷൻ, ഒരു റിമോട്ട് ഏരിയയിൽ ഇരിക്കുന്ന അവരെ കുറിച്ചിട്ടുള്ള പഠിത്തം. ബിഹേവിയർ ഓഫ് ഫേംസ്, പിന്നെ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. ഒരു ഫേമിന്റെ ബിഹേവിയർ, പർട്ടിക്കുലർ ഫേമിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ലൊക്കേഷൻ, ഇങ്ങനെയുള്ള മൈക്രോ ആസ്പെക്ട്സ് ഓരോ പർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ കുറിച്ച് എടുത്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. Next we will see what is macroeconomics. I said you earlier that it is the overall economic phenomenon or the economy as a whole rather than as its individual parts. ഓരോ നേരത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ മൊത്തത്തിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. റേദർ ദാൻ ടാറ്റയോ മാരുതിനെ കുറിച്ചോ വോക്സ് വാഗണോ സ്കോഡയോ പഠിക്കാതെ എൻറ്റയർ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മാക്രോ എക്കണോമിക്സ്. And macroeconomics we study the behavior of the large economic aggregates such as overall level of output. What is the overall output of automobile industry? What is the total consumption of a particular industry? What is the total saving? What is the total investment? This is an aggregate concept. മൊത്തത്തിൽ എത്രയാണെന്നുള്ളത്. സപ്പോസ് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എത്രയാണ് പ്രൊഡക്ഷൻ, എത്രയാണ് നമ്മുടെ ഗ്രോസ് നാഷണൽ ഇൻകം, അങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഓൾ തിങ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ മാക്രോ എക്കണോമിക്സ്? വാട്ട് വി സ്റ്റഡി ഇൻ മാക്രോ എക്കണോമിക്സ്? നാഷണൽ ഇൻകം ആൻഡ് നാഷണൽ ഔട്ട്പുട്ട്. എൻറ്റയർ നാഷണൽ എത്ര ഇൻകം വരുന്നുണ്ട്, നാഷണൽ ഔട്ട്പുട്ട്, ജനറൽ പ്രൈസ് ലെവൽ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, external value of currency, overall level of savings and investment, level of employment and rate of economic growth. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഓവറോൾ ആസ്പെക്റ്റിൽ നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ മാക്രോ എക്കണോമിക്സ് എന്ത് ചെയ്യും? അനലൈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കണോമിക് കണ്ടീഷൻസ് ഇൻ ആൻ എക്കണോമി. സോ ഒരു എക്കണോമിക്കകത്ത് ഇരിക്കുന്ന ഒരു ജനറലി ഇരിക്കുന്ന ഒരു ട്രെൻഡ്, ആ മാക്രോ എക്കണോമിക്സിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അപ്ലിക്കബിൾ ടു ഓൾ, ഫോർ യു ആൻഡ് മീ, ഓർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അടങ്ങുന്ന കേരളക്കാർ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യൻസ്. അത് ഒരു ഇന്ത്യയുടെ ഒരു മാക്രോ എക്കണോമിക് ആസ്പെക്റ്റിന്റെ ഒരു ഫലമായിട്ട് ഓൾ ഇന്ത്യൻസിന് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ എല്ലാ ബിസിനസ് ഫേമും ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ് വേണം മാക്രോ എക്കണോമിക് എൻവയറമെന്റിനെ കുറിച്ച്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്രോ എക്കണോമിക് എൻവയറമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വിത്തൗട്ട് ദ ഹാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ ബിസിനസ്സസ് ഓർ ഇൻഡിവിജ്വൽ പേഴ്സൺ. കാരണം രാജ്യത്തിൽ ഇൻഫ്ലേഷൻ കൂടുന്നു, വെദർ ഐ ക്യാൻ കൺട്രോൾ ദാറ്റ് ഓർ യു ക്യാൻ കൺട്രോൾ ദാറ്റ്? നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ മാക്രോ എക്കണോമിക് വാരിയബിൾസ് ആർ ഔട്ട് ഓഫ് ഹാൻഡ് ഫോർ എൻ ഇൻഡിവിജ്വൽ ഓർ എൻ ഓർഗനൈസേഷൻ. എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ അതിന്റെ രാജ്യത്തിന്റെ ഇൻഫ്ലേഷനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓൺലി മൈക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ക്യാൻ കൺട്രോൾ. ഓക്കെ,
ഒരു ഓർഗനൈസേഷന്റെ അകത്തിരിക്കുന്ന ഇന്റേണൽ ആസ്പെക്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, പക്ഷെ എക്സ്റ്റേണലി ഇരിക്കുന്നതിനെ ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു, we have to streamline our microeconomic environment according to the macroeconomic factors. സോ അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിനെ കുറിച്ചൊരു ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ്, ഒരു തറോ സ്റ്റഡിങ് ആവശ്യമുണ്ട്. അതിന്റെ ബേസിസിൽ വേണം നമ്മൾ മൈക്രോ എക്കണോമിക് എൻവയറമെന്റ് ഓർ നമ്മളെ ഓർഗനൈസേഷന്റെ അകത്ത് വാരിയസ് പോളിസീസും ടൂൾസും ഒക്കെ എടുക്കാൻ. അപ്പോഴേ നമുക്ക് പ്രോഫിറ്റബിലിറ്റി എലമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. So we will see the nature of business economics. So we studied a definition. Now we studied parts of economics. Now we are going to study nature of business economics, not general economics. This is specific nature of business economics we are going to study. Business economics is a science. So business economics is a science. So I think that for non-commerce students ഒരു ചെറിയൊരു സമാധാനം തോന്നി, കാരണം ബിസിനസ് എക്കണോമിക്സ് ഒരു സയൻസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും. So don't think like that. Why it is called as a science? Science, the definition for science is that science is a systemized body of knowledge which establishes cause and effect relationship. So സയൻസിൽ എപ്പോഴും കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പ്രൂവ്ഡ് പ്രിൻസിപ്പിൾ. സോ അവിടെ നമുക്ക് എല്ലാത്തിനും പ്രൂഫ്സ് ഉണ്ട്. സോ ദാറ്റ് ലൈക്ക് ദാറ്റ് ബിസിനസ് എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സയന്റിഫിക് ടൂൾസ് ഒരുപാട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ്. ലൈക്ക് ഫ്രം മാത്തമാറ്റിക്കൽ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്, എക്കണോമെട്രിക്സിൽ റിലേറ്റഡ് ആയ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇവര് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് ഈ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി എന്ത് ചെയ്യും, ബിസിനസിന്റെ ഗോളായ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ സിൻസ് ദീസ് ഓൾ തിങ്സ് ആർ അപ്ലൈഡ് ലൈക്ക് എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമെട്രിക്സ് എല്ലാം തന്നെ നമ്മൾ ബിസിനസ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ബിസിനസ് എക്കണോമിക്സ് ഈസ് എ സയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മൈക്രോ എക്കണോമിക്സ്. കാരണം ബിസിനസ് എക്കണോമിക്സിൽ കൂടുതലായിട്ടും ബിസിനസ് മാനേജർ ചെയ്യുന്നത് എന്തായിരിക്കും, ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കാണ് നമ്മൾ നോക്കുക. സോ ബിസിനസ് എക്കണോമിക്സിൽ അങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ബിസിനസ് എക്കണോമിക്സിൽ അങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി. സോ ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ അങ്ങനെയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കൺസേൺഡ് അബൌട്ട് അച്ചീവ്മെന്റ് ഓഫ് പ്രീഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹിസ് ഓർഗനൈസേഷൻ സോ ആസ് ടു എൻഷുർ ദ ലോങ് ടൈം സർവൈവൽ ആൻഡ് പ്രോഫിറ്റബിൾ ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. സോ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആസ്പെക്ട്സിലേക്കാണ് ബിസിനസ് എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾസ് ഇത് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ്, ഇൻകോർപ്പറേറ്റ്സ് എലമെന്റ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഓൾസോ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് മൈക്രോ എക്കണോമിക്സ് ഡിസിഷൻസ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് മാക്രോ എക്കണോമിക്സ് നോളേജ് വേണം. അതായത് ടാക്സേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻഡസ്ട്രീസ്, പ്രൈസസ്, ഡിസ്ട്രിബ്യൂഷൻ, വേജസ്, ജനറലി കൺട്രീന്റെ അകത്ത് ഇരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കൂടി കോൺഗ്ലോമറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൈക്രോ എക്കണോമിക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മാക്രോ എക്കണോമിക് എലമെന്റ്സ് ഓൾസോ. പിന്നെ ബിസിനസ് എക്കണോമിക്സ് ഈസ് ആൻ ആർട്ട്. നമ്മൾ പറഞ്ഞു വേരിയസ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, സയന്റിഫിക് റൂൾസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഇനി ഈവൻ ജനറൽ പ്രിൻസിപ്പിൾസും റൂൾസും ഉണ്ട് ഫോർ ദ സബ് പർപ്പസ് ഓഫ് അറ്റൈൻമെന്റ് ഓഫ് ഓൾറെഡി സെറ്റ് ഒബ്ജക്റ്റീവ്സ്. സോ ഈ ബിസിനസ് എക്കണോമിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെയൊക്കെ തന്നെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. സോ when there is a practical application is there, then it is called as an art. സോ ഇതിന്റെയൊക്കെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് ഇതിനൊരു ആർട്ടായിട്ടും നമ്മൾ പറയുന്നു. ആൻഡ് യൂസ് ഓഫ് തിയറി ഓഫ് മാർക്കറ്റ്സ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. ദീസ് യൂസസ് തിയറി ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. സോ ബിസിനസ് എക്കണോമിക്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തിയറി ഓഫ് മാർക്കറ്റ്സും അതേമാതിരി തന്നെ പ്രൈവറ്റ് എന്റർപ്രൈസസും കൂടുതലായിട്ട് യൂസ് ചെയ്യും. ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ ചെയ്യുന്നതും എങ്ങനെയാണോ നമുക്ക് ഏത് പ്രോഡക്റ്റിനാണോ കൂടുതൽ സെയിൽസ് ഉള്ളത്, എവിടെയാണോ നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നത്, മാർക്കറ്റിന്റെ അകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാർക്കറ്റിൽ ഏത് പ്രോഡക്റ്റിനാണോ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അത് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടാണ് ബിസിനസ് എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് യൂസ് ഓഫ് തിയറി ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. ഇറ്റ് ഈസ് പ്രാഗ്മാറ്റിക് ഇൻ അപ്രോച്ച്. എന്തുകൊണ്ടാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്? It tackles practical problems which the firm face in the real world. Actually, it's not an. Actually, it is like
it will have an answer for all kind of real world problems. So എന്തൊക്കെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണോ ഫേസ് ചെയ്യുന്നത് അതൊക്കെ തന്നെ ബിസിനസ് എക്കണോമിക്സ് ഡീൽ ചെയ്യും. So that's why it is called as pragmatic approach. Next is interdisciplinary match. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു മാത്തമാറ്റിക്സ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻസ് റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് സബ്ജക്ട് മാറ്റർ നമ്മൾ ബിസിനസ് എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് interdisciplinary in nature. And this is normative in nature. What is the importance of normative? Normative എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ it will define what is and also it will define what ought to be. എന്താവണമെന്നും എന്താണ് അതെന്നുള്ള ഡിഫൈൻ ചെയ്യും. and it will also define what ought to be. That is why it is called as normative. So business economics is a normative in nature. So these are the various nature of business economics. Now we will see what is the scope of business economics, or what is the importance, or what it targets, what business economics target. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തന്നെ നമുക്ക് മനസ്സിലായി ബിസിനസ് എക്കണോമിക്സിന് ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ആൻഡ് എല്ലാ ടൈപ്പ് പ്രാക്ടിക്കൽ പ്രോബ്ലംസിനും സൊല്യൂഷൻ ബിസിനസ് എക്കണോമിക്സിൽ ഉണ്ട്. സോ നൗ വി വിൽ സ്റ്റഡി ദ സ്കോപ്പ് അണ്ടർ ടു ഹെഡ്സ്, one under micro economics and other under macro economics. So micro economics, it is applied to operational or internal issue. അതാണ് മേജർ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ അകത്തിരിക്കുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷണലൈസ് ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് അപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അത് മൈക്രോ എക്കണോമിക്സ് ആണ് ചെയ്യുന്നത്. So that arises within the organization, that is known as microeconomics. Demand analysis and forecasting. എന്താണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് ഇറക്കാൻ പോകുന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തിൽ അതിന് എത്ര ആവശ്യം വരും. സോ അത് മാർക്കറ്റിൽ കൺസ്യൂമർ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടായിരിക്കും ഡിമാൻഡ് അനാലിസിസ് ചെയ്യുന്നത്. പിന്നെ ആ ഡിമാൻഡ് അനാലിസിസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിമാൻഡ് അനാലിസിസ് ചെയ്യുന്നത്, നമ്മൾ pertains to behavior of consumers in the market. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡ് എത്രയുണ്ട് നോക്കിയതിനു ശേഷം നമ്മൾ ഡിമാൻഡ് അതിനെ ഫോർകാസ്റ്റ് ചെയ്യും. നമ്മളത് എത്ര ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതിന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ചെയ്യുന്നത്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. നമ്മൾ ഇൻപുട്ട് എന്താണ് പ്രൊഡക്ഷൻ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണോ ഇൻപുട്ടും ഔട്ട്പുട്ടും, ഒരു ഇൻപുട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മൾ അതിന് ഔട്ട്പുട്ട് വരുന്നത്, അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ അനാലിസിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ബിസിനസ് എക്കണോമിക്സ്. സോ അതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം എ ബിസിനസ് എക്കണോമിസ്റ്റ് ഹാസ് ടു ഡിസൈഡ് ഓൺ ഒപ്റ്റിമം സൈസ് ഓഫ് ദ ഔട്ട്പുട്ട് given the objectives of the firm. അപ്പൊ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അടുത്ത മാസം എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തതിനോടൊപ്പം തന്നെ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും. കാരണം ഈ പ്രൊഡക്ഷൻ എത്ര ചെയ്യണം, കോസ്റ്റ് എത്ര വരും എന്നുള്ളതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ്, ദിസ് ഈസ് അനദർ സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. നെക്സ്റ്റ് ഈസ് ഇൻവെന്ററി മാനേജ്മെന്റ്. എന്താണ് ഇൻവെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റോക്കിനെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. വാരിയസ് പിന്നെ സ്റ്റോക്ക്, എന്തൊക്കെ ടൈപ്പ് സ്റ്റോക്ക് ഉണ്ടാവും. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽസ് വേണമല്ലോ. റോ മെറ്റീരിയൽസ് വേണ്ടേ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ റോ മെറ്റീരിയൽ സ്റ്റോക്ക് എന്ന് പറയും. സപ്പോസ് നമ്മൾ ആ റോ മെറ്റീരിയൽ പ്രൊഡക്ഷനിലേക്ക് വേണ്ടി ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പൊ അത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ റോ മെറ്റീരിയൽ ഓൾറെഡി മെഷീനിൽ ഇട്ട് കഴിഞ്ഞു, അപ്പൊ അതിനെ ഔട്ട്പുട്ട് ആയിട്ടാണ് വരേണ്ടത്. ഇങ്ങനെ പ്രോസസ്സിൽ ഇരിക്കുന്നതിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് ഗുഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് എല്ലാം കഴിഞ്ഞ് ഫിനിഷ്ഡ് ഗുഡ്സിന്, ഔട്ട്പുട്ടിന് നമ്മൾ എന്ത് വിളിക്കും, ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയും. സോ ഇൻവെന്ററി എന്ന് പറയുന്നത് നമ്മുടെ റോ മെറ്റീരിയൽ സ്റ്റോക്ക് വിടും, വർക്ക് ഇൻ പ്രോഗ്രസ് സ്റ്റോക്ക് വിടും, ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്കും വിടും. ഈ റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ മൂന്നിനെയും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ അനലൈസ് ചെയ്യും. അതിന് ഒരുപാട് ഇൻവെന്ററി മാനേജ്മെന്റ് ടൂൾസുകൾ ഉണ്ട്.
ഏത് സമയത്ത് നമുക്ക് ഓരോ റോ മെറ്റീരിയലിന്റെയും എപ്പോഴാണ് നമുക്ക് എത്ര ലോട്ട് വെച്ചിട്ടാണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത്, അപ്പൊ നമുക്ക് കോസ്റ്റ് എത്രത്തോളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് നമ്മളെ കയ്യിൽ എപ്പോഴും വേണം, നമ്മളെ സെയിൽസിനെ ബാധിക്കാത്ത രീതിയിൽ എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് വേണം, ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ ഇൻവെന്ററി, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Then next is market structure and pricing policy. What is market structure and pricing policy? മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രോഡക്റ്റ്, സപ്പോസ് ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം റീച്ച് ഉണ്ട്, പിന്നെ നമ്മൾ ആ പ്രോഡക്റ്റ് റീച്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പൊ നമ്മൾ എന്ത് രീതിയിൽ അതിനെ പ്രൈസ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, MRP 35, ഇൻട്രോഡക്ടറി ഓഫർ 30 rupees, ചില സോപ്പിന്റെ മേലേക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ ഇരിക്കുന്ന സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. സോ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ ഈസ് അനദർ സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. നെക്സ്റ്റ് ഈസ് റിസോഴ്സ് അലോക്കേഷൻ. നമ്മൾ പറഞ്ഞു റിസോഴ്സസ് സ്കേഴ്സ് ആണെന്ന് പറഞ്ഞു. അത് എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട്, സപ്പോസ് ഇപ്പോൾ നമുക്ക് 5 പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ മാർക്കറ്റിൽ 5നും വ്യത്യസ്തമായ ഡിമാൻഡാണ്. ഒരു പ്രോഡക്റ്റിനാണ് ഭയങ്കര ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റിൽ നിന്നുമാണോ നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി വരുന്നത് അത് നമ്മൾ ഫുൾ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഏതിലാണോ ലോസ് അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കുറവ് അത് നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് പുറമെ മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ ദിസ് ഈസ് നോൺ ആസ് റിസോഴ്സ് അലോക്കേഷൻ. തിയറി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. സോ ക്യാപിറ്റൽ, യു നോ ദാറ്റ് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് മണിയാണ് ശരിക്കും പറഞ്ഞ ക്യാപിറ്റൽ. സോ ഈ ക്യാപിറ്റൽ നമുക്കറിയാം എപ്പോഴും നമുക്ക് ക്യാപിറ്റൽ സ്കേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു 10, 20, 30 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, പക്ഷെ നമ്മളെ കയ്യിൽ അത്രയും കാശ് കാണില്ല. സോ ക്യാപിറ്റൽ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും, പിന്നെ എവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുക, ഇതാണ് തിയറി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നെക്സ്റ്റ് ഇസ് പ്രോഫിറ്റ് അനാലിസിസ്. പ്രോഫിറ്റ് അനാലിസിസ് ഓരോ മാർക്കറ്റ് കണ്ടീഷൻസിൽ, സപ്പോസ് ഇപ്പോൾ മാർക്കറ്റ് ഭയങ്കര ഡള്ളാണ്, ഇപ്പോൾ ഈ കോവിഡിന്റെ ഇഷ്യൂ ഒക്കെ കാരണം സപ്പോസ് സെയിൽസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറയും, കാരണം സെയിൽസ് കുറവാണ് ഇവിടെ. അപ്പൊ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാൻ വേണ്ടി സാധിക്കും? ഒരു ചെറിയൊരു ഡിപ്പ് ഇൻ പ്രൈസ് ഏതെങ്കിലും രീതിയിൽ 1 രൂപ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കൂടുതൽ ക്വാണ്ടിറ്റി വിറ്റു പോകും, അങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനെയാണ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അനാലിസിസ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. എന്താണ് റിസ്ക്കും അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്? നമുക്കറിയില്ല നാളെ എന്ത് സംഭവിക്കുന്നുള്ളത്. ഇപ്പൊ കോവിഡ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണ്, നമുക്ക് എപ്പോഴാ ലോക്ക്ഡൌൺ ഇനി വരാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയില്ല. സോ ദിസ് ഈസ് നോൺ ആസ് അൺസർട്ടനിറ്റി. ഇങ്ങനത്തെ റിസ്ക്കും അൺസർട്ടനിറ്റിനെയും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അനലൈസ് ചെയ്യും, അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ലോസ് കുറയ്ക്കുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യാനും ബിസിനസ് എക്കണോമിക്സ് സഹായിക്കും. സോ ദീസ് ഓൾ ആർ ദ മൈക്രോ എക്കണോമിക്സ് applicable applied to every business houses or to the internal issues. Now we will see macroeconomics application, scope of macroeconomics. So macroeconomics applied to environmental or external issues. Here environmental no signal which is outside the organization or outside an individual. അതിനെയാണ് നമ്മൾ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഉള്ളത്? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആവാം, പുറത്തിരിക്കുന്ന ജനറൽ എക്കണോമിക് ഫാക്ടേഴ്സ് ആവാം, സോഷ്യോ കൾച്ചറൽ എൻവയറമെന്റ് ആവാം. ഇങ്ങനെ നമ്മളെ പരിസരത്തിരിക്കുന്ന എല്ലാത്തിനും നമ്മൾ എൻവയറമെന്റൽ എന്ന് പറയും. That is also known as external issues. So in order to, this is the standard word used for external issues, that is environmental issues. സോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പുറത്തിരിക്കുന്ന എൻവയറമെന്റ് എങ്ങനെയുണ്ടോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് പിന്നെ മൈക്രോ എക്കണോമിക് ഡിസിഷൻസ്, നമുക്ക് ഇൻഡിവിജ്വലി ഒരു ഓർഗനൈസേഷണൽ ബേസ്ഡ് ഡിസിഷൻസ് എടുക്കാൻ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടി, ലോട്ടറി അടിച്ചു, അപ്പൊ അതിന് നിങ്ങൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സപ്പോസ് മാർക്കറ്റ് ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ മാർക്കറ്റ് മോശമാണെങ്കിലോ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് സൂചിപ്പിക്കാം. സോ ദ മാർക്കറ്റ് ഓഫ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്, ദാറ്റ് ഈസ് എ റിയൽ എസ്റ്റേറ്റ് ഈസ് ആൻ മാക്രോ എക്കണോമിക് ഫാക്ടർ. സോ അവിടുത്തെ ഒരു മാർക്കറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇൻഡിവിജ്വലി കയ്യിലിരിക്കുന്ന പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നോക്കുന്നത്. സോ മൈക്രോ എക്കണോമിക് ഡിസിഷൻസ് ആർ പ്യൂർലി ബേസ്ഡ് ഓൺ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. സോ വാരിയസ് മേജർ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the type of economic system. We will study what is economic system in next session.
So whether it is socialist or capitalist or mixed economy, എങ്ങനെയാണോ type of economic system, stages of business cycle, that will also you will study. Business cycle means once the business will be in the starting stage, and thereafter it will grow, it will reach in its height and will start diminishing again, it will come to the initial stage. So this will rotate. This is a general cycle or general rule. So stage of business cycle. So and also the general trends in national income, employment, prices, swang and investment. എങ്ങനെയാണ് general trend national income എങ്ങനെ, employment, ഗവൺമെന്റിന്റെ economic policies, working of financial sector and capital market, അല്ലെങ്കിൽ socio economic organization, ഇതൊക്കെയാണ് macro economicsന്റെ scope, social and political environment. So ഇതൊക്കെയാണ് macro economicsന്റെ scope, macroeconomic scope of macroeconomics and scope of business economics in macroeconomic perspective. So as I said earlier, business economics or business decision cannot be taken by only considering the present and future environmental. Without considering present and future environmental factors, none of the business decisions can be taken. Suppose നമ്മളൊരു പ്ലാസ്റ്റിക് കവർ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള ലീഗൽ ആസ്പെക്ട്സ് നമ്മൾ നോക്കിയിട്ട് മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം പ്ലാസ്റ്റിക്കിന് ഓൾറെഡി ബാൻ ഉണ്ട്. നമ്മളത് തുടങ്ങുകയും കൂടി ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? ഇപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് പൂട്ടിപ്പോയിന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവില്ല. സോ ദർ ഇസ് എ വെരി ഗുഡ് ലിങ്ക് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. സോ ദാറ്റ് ഈസ് all about the scope of the business economics. With this, your chapter unit 1 is over. We will discuss the unit 2, that is basics, natural scope of business economics, basics, in the next session. Thank you.